ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ അടുത്ത ആഴ്ചയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ? നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ഇതേ ചാനലിൽ തന്നെ രാവിലെ കറക്റ്റ് 6 മണിക്ക് നമ്മുടെ പവിത്രം അപ്കമിങ് വിശേഷം ഇട്ടിട്ടുണ്ട്. നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും പുതിയ ഒരു ജീവിതം, പുതിയൊരു കാൽവയ്പ്. നമ്മുടെ വേദ തിരിച്ച് നാട്ടിലേക്ക് പുതിയൊരു അതായത് സ്വന്തമായിട്ട് ഒരു കരുത്തോടുകൂടി ഒരു പദവിയോടുകൂടി നമ്മുടെ വേദ തിരിച്ചെത്തുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് പോയി കേൾക്കുക. അടിപൊളി ട്വിസ്റ്റാണ് കേട്ടോ നമ്മുടെ പവിത്രം ഇനി മൺഡേ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കേൾക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കാറ്റത്തെ കിളിക്കൂടിൻ്റെ കുറച്ച് വിശേഷം കേൾക്കാം എന്തായാലും, അല്ലേ? നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയും അങ്ങനെ നമ്മുടെ സുഭാഷിൻ്റെ വിവാഹമൊക്കെ നിശ്ചയം എല്ലാം ഏകദേശം അടുത്തു. അപ്പം എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. കാര്യം വേറൊന്നുമല്ല, ഇതുവരെ പോയി പെണ്ണിൻ്റെ വീടോ അല്ലെങ്കിൽ പെണ്ണിനെ കുറിച്ചോ ഒന്നും തിരക്കിയില്ല. ഒന്നാമത് 2ാം വിവാഹമാണ്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു വിവാഹം ബന്ധം വേർപിടാനുള്ള കാരണം, പിന്നെ അവരുടെ ആ കുടുംബത്തിൻ്റെ സ്വഭാവം, അതൊന്നും അവർ തിരക്കിയിട്ടില്ല. അപ്പോൾ സാധാരണ എല്ലാം തിരക്കിയിട്ടാണ് ഒരു വിവാഹ നിശ്ചയം നടത്തണം. ഇപ്പോൾ ആൺവീട്ടുകാരാണെങ്കിലും ശരി, പെൺവീട്ടുകാരാണെങ്കിലും. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് എല്ലാം എടുപിടിയെന്ന് ഈ പെൺവീട്ടുകാർക്ക് തിടുക്കത്തിൽ ചെയ്യണം. അപ്പോൾ ആ ഒരു തിടുക്കം നിധിക്കും സുധീഷിനും ഹരീഷിനും ഒക്കെ ടെൻഷനാണ്. സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം കാരണക്കാരി നമ്മുടെ നീതുവാണ് കേട്ടോ. ഒറ്റയടിക്ക് അവളുടെയും ഹരീഷിൻ്റെയും കല്യാണം നടക്കണം. അത് സുഭാഷ് ചേട്ടൻ ഒരാളുള്ളത് കൊണ്ടാണ്, സുഭാഷ് ചേട്ടൻ മറ്റൊരു വിവാഹം നടത്താത്തത് കൊണ്ടാണ് എന്നുള്ളതൊക്കെ മുഖത്തടിച്ച് എനിക്ക് സുഭാഷിനോട് പറഞ്ഞു. പക്ഷെ അത് ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ നീതു ഒരാളുടെ ആ ഒരൊറ്റ ആ ഒരു വാക്കിന്മേലാണ് സുഭാഷ് പോയി ബ്രോക്കറെ കണ്ടതും. ഈ ഒരു ആരാണോ എന്താണോ ഒന്ന് പോലും നോക്കാണ്ട് സുഭാഷ് അപ്പം തന്നെ സമ്മതിച്ചത്. പെണ്ണിനെ പോലും കാണണ്ടെന്നൊക്കെയാണ് ദാസപ്പൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ വിവാഹ നിശ്ചയമൊക്കെ ആവണം. അപ്പോൾ എങ്കിലും നമ്മുടെ സുധീഷും നിധിയും കൂടെ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ പെൺകുട്ടിയുടെ നമ്പറൊക്കെ കിട്ടിയല്ലോ, നമ്പറൊക്കെ വാങ്ങിയിട്ട് സുധീഷും നിധിയെയും കൂട്ടിക്കൊണ്ട് ഒരു ടീ ഷോപ്പിലോട്ട് പോയിട്ട് ഒന്ന് കാണണം, സംസാരിക്കാനായിട്ടൊക്കെ അവർ പോവാണ്. അങ്ങനെ ആ പെണ്ണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജയന്തി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നിധി ജോലി കഴിഞ്ഞ് സുധീഷും നിധീനെയും കൂടെ കൂട്ടിക്കൊണ്ട് നേരെ ആ ജയന്തി പറഞ്ഞ അതേ റെസ്റ്റോറൻറ്റിലോട്ട് ചെല്ലണം. അങ്ങനെ അവിടെ ചെന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ ഇതുവരെ നിങ്ങളുടെ വീട് ഒന്നും കണ്ടിട്ടില്ല, പെട്ടെന്നുള്ള ഇതായതുകൊണ്ട് ഒന്നും അന്വേഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ജയന്തി പറഞ്ഞു, ഞാൻ സുഭാഷിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേറൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ എക്സ് ഹസ്ബൻഡ് ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. പക്ഷേ ഈ പ്രണയിച്ച് വിവാഹം കഴിച്ചുവെങ്കിലും ഒരു 3-4 വർഷത്തോളം വളരെ ആദ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പിന്നീട് നമ്മുടെ ദാമ്പത്യ ജീവിതം അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. അത് മനസ്സിലാക്കി പിന്നെ കുറേ നാൾ ഒരു വല്ലാത്ത ഒരു ടോർച്ചറിങ്ങും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഒരു 2 വർഷത്തോളം എൻ്റെ വീട്ടുകാർ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ പിന്നെ വീട്ടിലായിരുന്നു, അതായിരുന്നു എൻ്റെ ജീവിതം. അപ്പം പുള്ളി എനിക്ക് ഡൈവേഴ്സ് പോലും തരില്ലായിരുന്നു. അപ്പോൾ ഈ അടുത്തായിട്ടാണ് ഡൈവേഴ്സ് തരാമെന്ന് പറഞ്ഞതും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ജയന്തി നിധിയോടും സുധീഷിനോടും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഭാഷിനെ കുറിച്ച് നമ്മുടെ നിധി സംസാരിക്കുന്നുണ്ട്. അതായത് മറ്റൊന്നുമല്ല, സുഭാഷ് ചേട്ടൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ വളരെ ഒരു സാധുവായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ സുഭാഷ് ചേട്ടൻ്റെ ലോഗോ എന്ന് പറയണത് തൻ്റെ അനുജന്മാരാണ്. അവർ കഴിഞ്ഞ് സുഭാഷ് ചേട്ടന് മറ്റെന്തോ ഉള്ളൂ. അപ്പം നിധി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സുഭാഷിനെ കുറിച്ച് ഈ ജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ജയന്തി പറഞ്ഞു, എന്തായാലും ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീടും ഈ സാഹചര്യങ്ങളൊക്കെ ജയന്തിക്ക് പൊരുത്തപ്പെട്ട് പോകാൻ കുഴപ്പമുണ്ടോ എന്നുള്ളതൊക്കെ ഇങ്ങനെ സുധീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറഞ്ഞു, എന്തായാലും എൻ്റെ ഏട്ടത്തിയാണ്, അപ്പോൾ ഏട്ടത്തി എന്ന് ധൈര്യമായിട്ട് വിളിച്ചോളൂ എന്ന് ജയന്തി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിടത്തോളം നിധിക്കും നമ്മുടെ സുധീഷിനും കുഴപ്പമൊന്നുമില്ല. സംസാരത്തിലൊക്കെ ജയന്തി ഓക്കെയാണ് എന്നുള്ളത് മനസ്സിലാവേണ്ട. അങ്ങനെ ജയന്തി എന്നെ നമുക്ക് ഒരു ചായ കുടിച്ചാലോ, അപ്പോൾ എന്താ വേണ്ടതെന്ന്, അപ്പോൾ ഞാൻ ഓർഡർ ചെയ്യാം, എന്താ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം നിധി പറഞ്ഞു, എനിക്ക് കോഫി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷും പറഞ്ഞു, എന്നാൽ എനിക്കും കോഫി മതി. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് അവർ മീറ്റ് ചെയ്തിട്ട് തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വിവാഹ നിശ്ചയത്തിന് അധികം താമസമൊന്നുമില്ല, ഏകദേശം എത്തിക്കഴിഞ്ഞു. അങ്ങനെ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ വിവാഹ നിശ്ചയ ദിവസം ആവേണം. അപ്പോൾ ഇതുവരെ പെണ്ണിൻ്റെ വീട്ടിലൊന്നും പോയി വീടിൻ്റെ പരിസരത്തൊന്നും പോയി തിരക്കില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. വിവാഹ നിശ്ചയ ദിവസം അങ്ങനെ എത്തുകയാണ് കേട്ടോ. അപ്പം അന്നേ ദിവസം രാവിലെ പതിവ് പോലെ തന്നെ നമ്മുടെ സുഭാഷ് എഴുന്നേൽക്കണു, അടുക്കളയിലൊക്കെ പോകണം. അപ്പം നിധി നോക്കുമ്പോൾ ഒരു നിശ്ചയ ദിവസമായിട്ട് കൂടിയും സുഭാഷ്
സുഭാഷ് അതിൻ്റേതായ രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ഇതൊന്നുമില്ല. സുഭാഷ് സാധാ പോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണു, കുക്ക് ചെയ്യണു, അങ്ങനെയൊക്കെ. അപ്പം നിധി ചെന്നിട്ട് നമ്മുടെ സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, അതെ സുഭാഷ് ഏട്ടൻ്റെ നിശ്ചയമില്ല, എന്നിട്ട് കൂടി സുഭാഷ് ഏട്ടൻ എന്താ ഇങ്ങനെ എന്നിങ്ങനെ നിധി ചോദിക്കണം. അപ്പം നമ്മുടെ സുധീഷ് പറയും, സുഭാഷ് ഏട്ടൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ നിധി, അതങ്ങനെയാണ്. കാരണം നിശ്ചയമാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചിട്ട് പോയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരിക്കാം. അങ്ങനെ നമ്മുടെ നിധിയും നമ്മുടെ സുധീഷും അവരെല്ലാവരും കൂടെ അങ്ങനെ ഇതൊക്കെ ഓർത്തിരിക്കുകയാണ്. ആ സമയത്താണ് എന്തായാലും വൈകിട്ടാണല്ലോ നിശ്ചയം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹരീഷും കൂടെ പോയി ഈ പെണ്ണിൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വന്നാലോ, ആരാണ് എന്താണെന്നൊന്നും പറയാനില്ലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഈ ജയന്തിയുടെ വീടിൻ്റെ ആ പരിസരത്ത് പോയി ഇവരെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ നിധി കിച്ചണിലോട്ട് ചെല്ലുമ്പോൾ സുഭാഷ് നിധിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് അമ്മാവനെയും, അതായത് നമ്മുടെ സുനന്ദയുടെ അമ്മാവനെയും ഒന്ന് വിളിക്കണ്ടേ, വിവാഹ നിശ്ചയമല്ലേ. അപ്പം നിധിക്ക് അതിനോട് താല്പര്യം കുറവൊന്നുമില്ല. പക്ഷേ സുധീഷിനും ഹരീഷിനൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു. എങ്കിലും സുഭാഷ് ചെന്നിട്ട് അവരുടെ അടുത്ത് ഇന്നിങ്ങനെ നിശ്ചയമാണെന്ന് പറയണം. അത് കേട്ടപ്പോൾ ലളിത ചോദിച്ചു, ഓഹോ മുഹൂർത്തത്തിൻ്റെ സമയത്താണോടാ നിശ്ചയം വന്ന് പറയണത്, ഞങ്ങളെങ്ങും പറഞ്ഞില്ല. അപ്പോൾ ഗംഗാധരനും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ല എന്നുള്ളത്. അപ്പോഴേക്കും നമ്മുടെ സുനന്ദ 2 ദിവസം വീട്ടിൽ നിൽക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുനന്ദ ഓടി വന്നിട്ട് എന്താ സുഭാഷ് ഏട്ടാന്ന് ചോദിക്കുമ്പോൾ ഇന്നതുപോലെ ഇന്ന് നിശ്ചയമാണ്, അപ്പോൾ ഉച്ച കഴിഞ്ഞ് നമുക്ക് പോകണം, അപ്പോൾ നിങ്ങളെല്ലാവരും വരണമെന്ന് പറയണേ. അതൊന്നും ഓർത്ത് സുഭാഷ് ഏട്ടൻ വിഷമിക്കേണ്ട, ഇവർ 2 പേരും ഉണ്ടാവും, ഞാനും വരും എന്ന് പറഞ്ഞിട്ട് ഉറപ്പ് പറഞ്ഞ് സുഭാഷിനെ പറഞ്ഞേക്കുന്നുണ്ട്. സുഭാഷിനെ അപ്പോൾ സന്തോഷേ. അങ്ങനെ സുഭാഷ് വന്നിട്ട് നമ്മുടെ നിധിയോട് പറയുന്നുണ്ട്, ഇങ്ങനെ ലളിതമ്മായിനെയും ഗംഗാധരൻ അമ്മാവനെയും ഞാൻ വിളിച്ചു, അപ്പം സുനന്ദയുണ്ട്, അപ്പോൾ അവർ വരുമെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ജയന്തിയെക്കുറിച്ച് നികേഷും നമ്മുടെ നിധിയും കൂടെ ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുധീഷും ഹരീഷും വരെയാണ് കേട്ടോ. അവരവിടെ പോയി തിരക്കിയിട്ട് അവർക്ക് ആകെ ഒരു വിഷമമായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് ചുറ്റുപാടുമൊക്കെ ചോദിച്ചപ്പോൾ ഈ വീട്ടുകാർ എപ്പോൾ നോക്കിയാലും ബഹളവും ഒച്ചപ്പാടും ലഹളയാണ്. ആ ഒരു പെണ്ണുണ്ട്, അതാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ആ ചെറുക്കനെയും കളഞ്ഞിട്ട് വന്ന് ഇവിടെ വീട്ടിൽ നിൽക്കുക, എന്താ ഒച്ച, എന്താ ബഹളം, വീട് മാറി പോയെങ്കിലോ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്വൈര്യം കെട്ട കുടുംബമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മുഖത്തടിയേറ്റ പോലെ ആയിപ്പോവാണ് സുധീഷിനും ഹരീഷിനും കൂടെ. അതിപ്പം ഈ ഒരു വീട്ടുകാരല്ല, ചുറ്റുപാടുമുള്ള വീട്ടിലൊക്കെ തിരക്കിയപ്പോൾ ഈ ജയന്തിയുടെ ഫാമിലിയെക്കുറിച്ച് ഒട്ടും നല്ല അഭിപ്രായങ്ങൾ ആരും പറയുന്നില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വന്ന് നിധിയോടും നികേഷിനോടും പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. സുഭാഷ് ഏട്ടനാണെങ്കിൽ വലിയ പ്രതീക്ഷയിലും, ഇത് സുഭാഷ് ഏട്ടൻ തന്നെ മുന്നിട്ടിറങ്ങി കൊണ്ടുവന്ന ഒരു കല്യാണാലോചനയാണ്. അപ്പോൾ ഇത് എന്ത് പറ്റി, പെട്ടെന്ന് ഇത് എന്താ ഇങ്ങനെയെന്നൊക്കെ ഉള്ളൊരു വല്ലാത്തൊരു കാഴ്ചപ്പാടിൽ എന്ത് ചെയ്യും എന്നുള്ളത് ഓർത്ത് അവർ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. സുഭാഷ് ഏട്ടനോട് പറയാനും പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നികേഷിനും വല്ലാത്തൊരു സങ്കടമായിപ്പോയി. നിധിയും ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ സമയത്താണ് നമ്മുടെ ലളിതയും നമ്മുടെ ഗംഗാധരനും അതുപോലെ നമ്മുടെ സുനന്ദയും എല്ലാവരും കൂടെ വരേണ്. അതായത് നിശ്ചയം എന്തായാലും ഈ സമയത്താണല്ലോ വന്നത്, എങ്കിലും വീട്ടിൽ വന്ന് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കണമല്ലോ. അത് കരുതിയിട്ടാണ് അവർ 3 പേരും വന്ന്. അപ്പോഴേക്കും ലളിത ചോദിക്കുന്നുണ്ട്, പെണ്ണ് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, എന്താണ്, എന്ത് ചെയ്യണു എന്നുള്ളതൊക്കെ ചോദിക്കണം. അപ്പോൾ നിശ്ചയം ഇന്ന് പെട്ടെന്ന് തീരുമാനിച്ചതാണെന്നും 2 ദിവസം കൊണ്ട് പെണ്ണ് വന്ന് കണ്ടതാണെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അല്ല അപ്പോൾ നിങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലൊന്നും പോയില്ലെന്ന് ഗംഗാധരൻ ചോദിക്കണം. ഇല്ല, പോകാനുള്ള സമയം കിട്ടിയില്ല അമ്മാവ എന്ന് സുഭാഷ് പറഞ്ഞു. അതെന്ത് നടപടിയാണ്? പെണ്ണിൻ്റെയും ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരക്കിയിട്ടല്ലേ ഒരു വിവാഹത്തിലോട്ട് കടക്കണത്. നിശ്ചയം നടത്തുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇതൊക്കെ അറിഞ്ഞുകൂടെങ്കിലും മുതിർന്നവരുടെ അടുത്ത് ചോദിക്കണം. ഇവിടെ നിങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു ആളുണ്ടല്ലോ, അങ്ങേര് എന്ത് ചെയ്യുന്നു ചോദിച്ചു. ആ സമയത്ത് കാണാം നമ്മുടെ ഭാസ്കരൻ വരെയാണ്. ഇത് ആരാണാവോ, എന്താണാവോ ഇങ്ങോട്ട് വന്നതിൻ്റെ ആഗമനോദ്ദേശം? അപ്പോൾ സുഭാഷ് പറഞ്ഞു, അച്ഛാ അവർ വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കാനായിട്ട് വരണം, ഞാൻ വിളിച്ചിട്ട് വന്നതാ. എടാ സുഭാഷേ, ഗംഗാധരൻ പറയാണ്, നിൻ്റെ ഈ ഭാസ്കറിൻ്റെ ചൊറിഞ്ഞ വർത്തമാനം കേട്ടാൽ എനിക്ക് ദേഷ്യം വരും കേട്ടല്ലോ, നീ വിളിച്ചിട്ടാ വന്നേന്ന് അങ്ങോട്ട് പറയടാന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ലളിത ചോദിച്ചു, അല്ല ഈ നിശ്ചയത്തിൽ മോതിരം മാറുന്നില്ലേ, അതൊക്കെ മേടിച്ചോ? അപ്പോഴാണ് സുഭാഷ് ആ കാര്യം ഓർക്കണം. അയ്യോ മോതിരം മേടിച്ചില്ല. അല്ല അവർ പറഞ്ഞു പൈസയായിട്ട് കൊടുത്താൽ മതി, അവർ മേടിച്ചോളാന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്ത് നടപടിയാണ്? അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു ചേർച്ചയില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളാണ്. അവസാനം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മുടെ സുധീഷ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ഇനിയിപ്പം പോവാം. അപ്പോഴേക്ക് സുനന്ദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ റെഡിയായി കഴിഞ്ഞിട്ട് പോകുന്നതിനെ ആ സമയത്തോടു കൂടി നിങ്ങൾ വണ്ടി അങ്ങോട്ട് വന്നാൽ മതി, ഞങ്ങൾ 3 പേരും അവിടെ നിന്ന് കയറാമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ ലളിതയും ഗംഗാധരനും സുനന്ദയൊക്കെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ എല്ലാവരും നിശ്ചയത്തിനായിട്ട് ഒരുങ്ങി റെഡിയായിട്ട് പോവുകയാണ്.
പോവുകയാണ്. അങ്ങനെ ഒരു ട്രാവലർ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെല്ലാവരും കൂടെ പോവുകയാണ്. സുനന്ദയുടെ വീടെത്തി അവരെയും കൂടെ പിക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ അവിടെ ചെന്ന് പെണ്ണിൻ്റെ ഏകദേശം ലൊക്കേഷനൊക്കെ അനുസരിച്ചിട്ട് അവർ പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സുധീഷ് വീടിൻ്റെ അടുത്ത് നിർത്തിയപ്പം ഗേറ്റൊക്കെ പൂട്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഭാസ്കരൻ ചോദിച്ചു, ഇതെന്താ ഒരു നിശ്ചയം നടക്കണ വീട്ടിൽ ഗേറ്റ് പോലും തുറന്നിട്ടില്ല, ഒരു മനുഷ്യനും ഇല്ലല്ലോ. അപ്പോൾ ഗംഗാധരൻ ചോദിച്ചു, ഇത് തന്നെയാണോ വീട്? ഇനി വീടെങ്ങാനും മാറിപ്പോയോ? ഇല്ല മാവ, ഇത് തന്നെ വീടെന്ന് സുധീഷും പറയണ്. അങ്ങനെ അവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ലളിതയൊക്കെ പറഞ്ഞു, ഒരു നിശ്ചയം നടക്കണ വീടാ, ചെറുക്കൻ്റെ വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിച്ച് കൊണ്ട് അകത്തിരുത്തണം, ഇത് വാതിൽ പോലും തുറന്നിട്ടില്ല, ഇതെന്ത് ബന്ധമാടാ സുഭാഷ് എന്നൊക്കെ പറഞ്ഞ് ലളിത ഓരോ കളിയാക്കൽ തുടങ്ങി കേട്ടോ. ആ സമയത്ത് ഭാസ്കരൻ പറഞ്ഞു, ഇതെന്ത് കൂട്ടരാടാ, ഇതാണോ നീ കണ്ടെത്തിയ വിവാഹം എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ്റെ ഒരു വശത്തുള്ള ഇത്. അവസാനം സുധീഷ് പറഞ്ഞു, ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി അകത്ത് കയറി ചോദിക്കാം. അങ്ങനെ അവർ ബെല്ലടിച്ചപ്പോഴത്തേക്കും ഈ ജയന്തിയുടെ അച്ഛൻ ആദ്യം വന്നു. അകത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സുഭാഷ് പറഞ്ഞു, അല്ല ഇന്ന് നിശ്ചയമായിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, ഏടാ ഇതെന്താ നിശ്ചയമായിട്ട് ഞങ്ങൾ വന്നോ? ഇതൊരു നിശ്ചയം നടക്കേണ്ട വീടല്ലേ, അങ്ങനെയൊക്കെ അനുമതി ചോദിക്കേണ്ട കാര്യം തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് ഗംഗാധരൻ ഒച്ചയെടുക്കുകയാണ്. അപ്പോഴേക്കും ജയന്തിയുടെ അമ്മ പറഞ്ഞു, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരെയും കൂട്ടി അകത്ത് കൊണ്ടുപോകണേ. ഇവർ നിശ്ചയത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ആയിട്ടാണ് സുഭാഷും ഫാമിലിയും വന്നേക്കണത്. പക്ഷേ ജയന്തിയുടെ വീട്ടിൽ ഒരാൾക്കാർ പോലും ഇല്ല, ആരും ഒരു ഇതിനെക്കുറിച്ചൊന്ന് പറയുകയോ അതിൻ്റെ ആഘോഷമൊന്നുമില്ല. നോക്കിയപ്പം പെണ്ണ് ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് പറഞ്ഞു. അപ്പം ഭാസ്കരൻ ചോദിച്ചു, ഇതെന്താ ഈ പെങ്കൊച്ച് മേക്കപ്പ് ഒന്നും ചെയ്ത് സാരി ഒന്നും ഉടുത്തിട്ടില്ലേ, ഇന്ന് നിശ്ചയമൊന്നുമില്ലേ? അപ്പോഴാണ് പെണ്ണിൻ്റെ അമ്മ പറയണത്, അതെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോഴേക്കും ജയന്തിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതെ ഞങ്ങൾ ബ്രോക്കറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഭാസ്കരൻ ചോദിച്ചു, എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന്, എന്താ പ്രശ്നം? അതായത് ഈ പെണ്ണ് ആദ്യം ജയന്തി കല്യാണം കഴിച്ചിരുന്ന ചെറുക്കൻ അറിഞ്ഞു ജയന്തി വേറെ കല്യാണം നോക്കുന്നുണ്ടെന്നും വേറൊരു കല്യാണത്തിലോട്ട് പോകണമെന്ന്. അങ്ങനെ അവരെ വീട്ടുകാർ ഇവിടെ വന്ന് സംസാരിക്കുകയും ഇവർ തമ്മിൽ, അതായത് ആദ്യ ഭർത്താവുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് അവർ വന്ന് ചോദിച്ചു. അങ്ങനെ അവളും ഇപ്പോൾ സമ്മതിച്ചു, അവൾക്ക് അവനെ മതി എന്നുള്ളൊരു ധാരണയിലെത്തി. ഇത് കേട്ടപ്പോൾ സുധീഷ് അങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ട് ചോദിച്ചു, ഇതൊക്കെ ഇങ്ങനെ ഉത്തരവാദിത്തത്തിലുണ്ട്, ഞങ്ങളുടെ അടുത്ത് അത് നിങ്ങൾക്ക് പറയാൻ പാടില്ലേ? അപ്പം ജയന്തിയുടെ അമ്മ പറഞ്ഞു, അല്ല ഞങ്ങൾ ബ്രോക്കറെ അറിയിച്ചു. ബ്രോക്കറാണോ ഇതൊക്കെ വീട്ടിൽ വന്ന് പറയണം? അപ്പോഴേക്കും ഗംഗാധരന് ഒച്ചയെടുത്തു, ഒരു നിശ്ചയം നടത്താൻ പറ്റിയില്ലെങ്കിൽ അത് പയ്യൻ്റെ വീട്ടിൽ വന്ന് കാര്യം എന്താണെന്ന് പറയണം, അല്ലാണ്ട് ഒരുക്കങ്ങളോട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെ തിരിച്ച് പറഞ്ഞയക്കണമല്ല എന്ന് പറഞ്ഞിട്ട് ഗംഗാധരനും പറഞ്ഞു. എന്നിട്ട് ഗംഗാധരൻ പിന്നെ നമ്മുടെ സുഭാഷിനെ കുറ്റപ്പെടുത്തിന്. അങ്ങനെ അവിടെ ഒച്ചപ്പാട് ബഹളമൊക്കെ ആകെ ഒരു നിങ്ങൾ എന്ത് ഇതാ കാണിച്ചത്, ഒരു മര്യാദ വേണ്ടേ, ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് എന്ന രീതിയിൽ ആകെ കിടന്ന ഒരു ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ നിന്ന് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി ജയന്തിയുടെ വീട്ടിൽ നിന്ന് നേരെ പോവുകയാണ്. അങ്ങനെ വണ്ടി കയറിയപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, മനുഷ്യനെ വിളിച്ച് നാണം കെടുത്തിയിരിക്കണോ, ഒന്നും തിരക്കിയില്ല, പെണ്ണിനെ കുറിച്ചും തിരക്കിയിട്ടില്ല, എല്ലാം ഇങ്ങനെ ആകെ ഒരു ഇതായിപ്പോയില്ലേ, ഞങ്ങളെയും കൂടെ മുഖത്ത് കരിവാരി തേക്കാനായിട്ട് എന്താ സുഭാഷ് നീ കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ലളിതയും പറയണേ. അമ്മ ഒന്നും മിണ്ടാതിരിക്കും, ഇവിടെ വന്നപ്പോഴല്ലേ ഞങ്ങൾ അറിഞ്ഞേന്ന് സുനന്ദ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിൽ ഗംഗാധരന് ദേഷ്യ, ഇങ്ങോട്ടിറങ്ങും, നമുക്ക് ഈ വണ്ടി പോകണ്ട, നമുക്ക് വേറെ വണ്ടി പിടിച്ച് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ആ സുഭാഷൊക്കെ പോയ ട്രാവലറിൽ നിന്ന് ഗംഗാധരനും ലളിതയും സുനന്ദേനെ ഇറക്കിക്കൊണ്ട് വേറെ വണ്ടി പിടിച്ചാണ് വന്നത്. ആകെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇത് ഇവരിങ്ങനെ നമ്മളെ ഇൻസൾട്ട് ചെയ്യും പോലെ ആയല്ലോ. പക്ഷെ സത്യം പറഞ്ഞാൽ സുധീഷിനും നിധിക്കും അവർക്കൊക്കെ ഉണ്ടല്ലോ ഒരു ചെറിയ സന്തോഷമാവുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, ഈ കല്യാണം ഒന്ന് മുടങ്ങി കിട്ടിയല്ലോ, അത് തന്നെ വലിയൊരു സമാധാനം. അവർക്ക് ആർക്കും ഒരു താല്പര്യമില്ലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരാളും കൂടെ നമ്മുടെ ഈ വിവാഹ നിശ്ചയത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ നീതു. അപ്പോൾ നീതു പെട്ടെന്ന് റെഡിയായി വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഹരീഷ് ചോദിച്ചു, നീ എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ചു. അതെ എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ നിശ്ചയത്തിനെ പങ്കെടുക്കണം, അതുകൊണ്ടാണ് ഞാനും വന്നത്. അവസാനം നിധി സമ്മതിപ്പിച്ച് നീതുവിനെയും കൂടെ ഇവരുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആകെ മൊത്തത്തിൽ ഇടങ്ങേറായിപ്പോയി, എന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും ഒരു ഇതായിപ്പോയി. അങ്ങനെ നിശ്ചയം മുടങ്ങി സുഭാഷും എല്ലാവരും തിരിച്ച് സങ്കടപ്പെട്ട് വീട്ടിലോട്ട് വരുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്ത് നമ്മുടെ അഭിനാഷ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അഭിനാഷിന് ആകെ ഒരു വിഷമമായിപ്പോയി. തൻ്റെ സുഭാഷ് ഭായി ആകെ സങ്കടപ്പെട്ട് എല്ലാവരും മുന്നിലും തല കുണിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അഭിനാഷ് പറഞ്ഞു, സുഭാഷ് ഭായി നമുക്ക് കുറച്ച് നേരം ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാമെന്നും പറഞ്ഞ് അഭിനാഷ് സുഭാഷിനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ സമയം നിധിക്കും സുധീഷിനും ഹരീഷിനും നികേഷിനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം സുഭാഷ് ചേട്ടൻ ഇത് മുടങ്ങിപ്പോയതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ അന്നത്തെ കണക്ക് എന്തെങ്കിലും വീട്ടിൽ നിന്ന് പോവുകയോ
മനസ്സിന് ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ അവരെ അലട്ടിക്കൊണ്ടിരുന്നു കേട്ടോ. ഈ സമയം അഭിലാഷ് നേരെ സുഭാഷിനെയും കൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ സുഭാഷ് സങ്കടപ്പെട്ട്, ഞാൻ കാരണം എൻ്റെ വിവാഹം നടക്കാത്തതുകൊണ്ടല്ലേ ഹരീഷിൻ്റെ നീതുവിൻ്റെയും കല്യാണം പോലും നടക്കാത്തത്, അങ്ങനെയൊക്കെ പറഞ്ഞ് സുഭാഷ് സങ്കടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മുടെ ചാന്ദിനി ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ചാന്ദിനി സങ്കടപ്പെടുകയാണ്. ഇതെല്ലാം കേട്ടോണ്ടിരുന്ന നമ്മുടെ അഭിലാഷ്, സുഭാഷ് ഭായ് എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കല്യാണം നടന്നില്ല എന്നും പറഞ്ഞ് സുഭാഷ് ഭായ് ഇത്രയും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഞാൻ കാരണം എൻ്റെ കുടുംബത്തിലെ എൻ്റെ അനുജന്മാരുടെ പോലും ജീവിതം ഇനി എന്താവും എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഭിലാഷ് എന്നിങ്ങനെ പറഞ്ഞു. അതെ, ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ പെങ്ങളെ നല്ലൊരാളെ ഏൽപ്പിക്കണമെന്ന്. സുഭാഷ് ഭായിക്ക് ഈ പെണ്ണ് തേടി പോകുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ചാന്ദിനി ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലായിരുന്നോ? അവളെ സുഭാഷ് ഭായിക്ക് കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. സുഭാഷ് ഒരു നിമിഷം അന്താളിച്ചു പോയി. എന്ത്, ചാന്ദിനിയെ കല്യാണം കഴിക്കാനോ? അഭിലാഷിന് അതിന് ഇഷ്ടമാണോ? സുഭാഷിന് തുള്ളിച്ചാടാനുള്ള ഒരു സന്തോഷമായിരുന്നു. കാരണം സുഭാഷിൻ്റെ ഉള്ളിൽ ചാന്ദിനി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ചാന്ദിനിക്കും അതുപോലെ തന്നെയായിരുന്നു. അതേ ഭായ്, എനിക്ക് സുഭാഷ് ഭായിയുടെ കയ്യിൽ എൻ്റെ പെങ്ങളെ ഏൽപ്പിക്കുന്നതിൽ കൂടുതൽ സന്തോഷം മറ്റൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ സുഭാഷിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ സുഭാഷിൻ്റെയും ചാന്ദിനിയുടെയും കല്യാണത്തിൻ്റെ ഒരു തുടക്കമൊക്കെ ആവുകയാണ്. അങ്ങനെ എല്ലാവരും ഇതിനെ അറിഞ്ഞ് വീട്ടിലെല്ലാവരും ഒക്കെ സംസാരിച്ച് ഇനിയിപ്പോൾ അവരുടെ വിവാഹം നടക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാമല്ലേ. നമ്മുടെ സുഭാഷിന് കാത്തിരുന്ന് സുഭാഷിനെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയായിട്ടും അമ്മയായിട്ടും ഒക്കെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ചാന്ദിനി. അങ്ങനെ ചാന്ദിനി സുഭാഷിൻ്റെ ജീവിതത്തിലോട്ട് വരട്ടെ അല്ലേ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് രാവിലെ 6 മണിക്ക് നമ്മുടെ പവിത്രം നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്